ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2025 റിലീസായ മേഴ്സി ഫോർ നൺ എന്നൊരു ആക്ഷൻ ത്രില്ലർ സീരീസാണ്. മൊത്തം 7 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ചെയർമാൻ ബോങ് സാൻ ഒരു കൊലയാളിയോട് ഗീജുണിനെ നേരിടാൻ ആവശ്യപ്പെടുന്നതോടെയാണ്. അപ്പോൾ അയാൾ, ഈ ജോലി എനിക്ക് പറ്റില്ല സാർ. സാറിന് എത്ര കാശ് തരാമെന്ന് പറഞ്ഞാലും ഞാനില്ല. എന്താ, ഗീജുണിന് പേടിയാണോ? അതെ, പേടിയാണ്. എന്നിട്ടൊരു 11 വർഷം മുമ്പുള്ള കാര്യം ഓർമ്മിപ്പിക്കും. എന്നിട്ട് അയാൾ അത് നിരസിക്കുകയും താൻ അത്ര നല്ലവനല്ലെന്ന് പറയുകയും ചെയ്യുന്നു. ശേഷം ബോങ് സാൻ തൻ്റെ ആളുകളോട് ജുൻമോയെ സേഫായ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. ഗീസോക്കിൻ്റെ ബോഡി ആരാണ് ആദ്യം കണ്ടെത്തിയതെന്നും പിന്നെ ഈ കേസ് അന്വേഷിക്കുന്നത് ആരാണെന്നും അന്വേഷിക്കാൻ അദ്ദേഹം തൻ്റെ ആളുകളിൽ ഒരാളോട് പറയുന്നു. ശേഷം ഡെക്രോ ഹോട്ടലിൽ വെച്ച് കിം ജുൻമോയോട് സേഫായൊരു വീട്ടിലേക്ക് പോകണമെന്ന് പറയുന്നു. ഇവിടെ സേഫല്ല. അപ്പോൾ അവൻ, ഇനി എൻ്റെ തന്ത പറയുന്നിടത്തേക്കൊക്കെ ഞാൻ പോകണോ? അപ്പോൾ ഗീജുൻ നിന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് ജുൻമോ, അതുകൊണ്ട് ഒരുത്തനെ പേടിച്ച് എല്ലാവരും കൂടെ ഇങ്ങനെ ഓടണോ? അപ്പോൾ അവൻ അത്ര നിസാരക്കാരനല്ല എന്ന് പറയുമ്പോൾ എന്തിനാണോ ഇങ്ങനെ പേടിക്കുന്നത്? ആ ഒരുത്തിന് വേണ്ടി. ശേഷം ചെയർമാൻ ബോങ് സാൻ്റെ മറ്റൊരു ആളായ ഒരു കണ്ണട അവിടേക്ക് വന്ന് ബാക്കി എല്ലാത്തിനെയും പറഞ്ഞുവിടും. അവനും ജുൻമോയെ കൊണ്ടുപോകാൻ വന്നതായിരിക്കും. ശേഷം ഗീജുൻ ഹോട്ടലിലേക്ക് വരുന്നു. അവിടെ താഴെ മൊത്തം അവൻ്റെ ആളുകളായിരിക്കും ഉള്ളത്. ഇവിടെ ജുൻമോക്ക് ആകെ പ്രാന്തായി ആ രണ്ടെണ്ണത്തിനോടും അവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറയും. താഴെ ഗീജുൻ ജുൻമോ മുകളിലുണ്ടോ എന്ന് ചോദിക്കും. പെട്ടെന്ന് തന്നെ അവിടെയുള്ളവന്മാരെ അടിച്ചു വീഴ്ത്തുന്നു. അങ്ങനെ ജുൻമോയെ അവിടുന്ന് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാൻ നിൽക്കുന്നതിനിടയിൽ അവിടേക്ക് ഗീജുൻ എത്തുന്നു. കിം ഗീജുനോട് അപേക്ഷിക്കും, ഇത് നിർത്ത് പ്ലീസ്. അപ്പോൾ ജുൻമോ, ആഹാ നടക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ കൂമ്പിനിട്ടൊന്ന് കൊടുക്കും. എന്നിട്ട് കഴുത്ത് ഞെരിക്കാൻ തുടങ്ങുമ്പോഴേക്കും മറ്റേ കണ്ണട വന്ന് ഗീജുനെ ചവിട്ടും. ആ സമയം കിം മറ്റവനെയും കൊണ്ടവിടുന്ന് പോകുന്നു. എന്നിട്ട് ജുൻമോ പോകുന്ന കാറിനെ ഫോളോ ചെയ്തു വരികയാണ് ഹേബോം. പക്ഷെ അവനെ പിടിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ബോങ് സാൻ കിമ്മിനെ വിളിച്ച് അവന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഓക്കെ ആണെന്ന് പറയും. എന്നിട്ട് അവനെ സേഫായൊരു വീട്ടിലേക്ക് മാറ്റും. ശേഷം സിയോങ് എൻക്ലീനൊക്കെ വിട്ട് വേറെ എങ്ങോട്ടോ പോകാനായി നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഗീജുൺ വരുന്നത്. എങ്ങോട്ടേലും പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അല്ല, ഞാനിപ്പോൾ വന്നേ ഉള്ളൂ, ഒരു യാത്രയിലായിരുന്നു എന്നൊക്കെ കള്ളം പറയും. എന്നിട്ട് ജുൻമോ എവിടെയാണെന്ന് കണ്ടെത്താൻ ഗീജുൺ അവന് ഒരു ദിവസം കൊടുക്കുന്നു. അതേസമയം ചോയി സണ്ണിൻ്റെ നിഗൂഢമായ അഭിപ്രായങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അവൻ തൻ്റെ പിതാവിനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്നിട്ട് വീട് പരിശോധിച്ച് സണ്ണിൻ്റെ കുറച്ച് ഉപകരണങ്ങൾ കണ്ടെത്തുന്നു. എന്നിട്ട് സണ്ണിൻ്റെ അടുത്ത് ചെന്ന്, എന്തിനായിരുന്നു ആ ഫോൺ ചോർത്തലൊക്കെ? നീ എന്തിനാണ് അതിനെക്കുറിച്ച് എനിക്ക് ഹിൻഡ് തന്നത്? അപ്പോൾ സൺ, ഒരു മാഫിയ തലവൻ്റെ മകൻ വക്കീലായാലും അങ്ങേരുമായി ഒരുപാട് സാമ്യതകളുണ്ടാകും. ഈ വക്കീലന്മാരും ഗാങ്സ്റ്റേഴ്സും സ്വന്തം താല്പര്യത്തേക്കാൾ ഗ്രൂപ്പിൻ്റെ താല്പര്യങ്ങൾക്കായിരിക്കും മുൻഗണന കൊടുക്കുന്നത്. നിങ്ങൾക്ക് തോന്നില്ലേ ഗീസോക്കിൻ്റെ മരണത്തെ കണ്ടില്ല എന്ന് വെക്കുന്നത് അത്ര നല്ല കാര്യമല്ലെന്ന്? അപ്പോൾ ഞാൻ ചെയർമാൻ്റെ തീരുമാനത്തിനൊപ്പമാണ്. സൺ, എനിക്കെൻ്റെ അച്ഛനെ അറിയാം. അയാൾ ജുൻമോയെ കൊല്ലാതെ വിട്ടതിൻ്റെ കാരണം മനസ്സിലായി. പക്ഷേ ഇത് നല്ലൊരു അവസരമാണ്, ബോങ് സാൻ ഗ്രൂപ്പിനെ ഇല്ലാതാക്കാനുള്ള അവസരം. അത് കഴിഞ്ഞ് നമുക്ക് എന്തും ചെയ്യാം. ബോങ് സാനെ നശിപ്പിച്ച് എല്ലാം സ്വന്തമാക്കാമെന്ന് സൺ സൂചന കൊടുക്കുന്നു. ശേഷം സേഫ് ഹൗസിൽ ജുൻമോ കിമ്മിനോട് ഗീജുണിനെ കുറിച്ച് ചോദിക്കുന്നു. കിം 11 വർഷം മുമ്പുള്ള ഫ്ലാഷ് ബാക്കിലേക്ക് കൊണ്ടുപോകുന്നു. ജൂവൂണും ബോങ് സാനും ചെയർമാൻ ഓയുടെ 2ാം സ്ഥാനക്കാരായിരുന്നു. ഒരു ബൂസാൻ സംഘവുമായുള്ള ഏറ്റുമുട്ടലിൽ അവർ തോൽക്കുകയായിരുന്നു. അധിക നേരം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഗീജുൺ എത്തി കാര്യങ്ങൾ മാറ്റിമറിച്ചത്. അന്നൊരു കാര്യം കൂടെ ഞങ്ങൾക്ക് മനസ്സിലായി, മുന്നിൽ ആരായാലും എത്ര പേരുണ്ടായാൽ പോലും ഗീജുൺ പിന്നോട്ടേക്ക് പോവില്ലെന്ന്. അതിനുശേഷം ജൂവൂണും ബോങ് സാനും ചെയർമാൻ്റെ ഇഷ്ടം നേടിയെടുത്തു. ചെയർമാൻ ഓയുടെ മകൻ വോണിന് ഇതത്ര ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല.
കമ്പനി ചുമതല അവരെ ഏൽപ്പിക്കുന്നു എന്ന സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. എന്നിട്ട് ജൂവോണിനെയും ബോങ്സാനെയും തീർക്കാൻ സിയോങ്ങിനായിരിക്കും ആ കൊട്ടേഷൻ വോൺ കൊടുക്കുന്നത്. ഇത് മനസ്സിലാക്കി അവർ സിയോങ്ങിനെ വേണ്ട രീതിക്ക് ചോദ്യം ചെയ്യും. അപ്പോൾ അത് ചെയർമാൻ ഓയുടെ മകനാണ് എന്ന കാര്യം പറയും. ജൂവോണിനെയും ബോങ്സാനെയും കൊല്ലാൻ ശ്രമിച്ച വോണിനെ പ്രതികാരമായി ഗീജുൺ കത്തികൊണ്ട് കുത്തിക്കൊല്ലുന്നു. ഇതൊക്കെ അറിഞ്ഞ് ജൂവോണിനെയും ബോങ്സാനെയും എൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഓ പറയും. ശേഷം ചെയർമാൻ്റെ വീട്ടിൽ ജൂവോണിനെയും ബോങ്സാനെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗീജുൺ ചെയർമാൻ്റെ എല്ലാ ആളുകളെയും കൊന്നിട്ടിട്ടുണ്ടാവും. ഇവനെ പിടിച്ചുകൊണ്ടുവരാൻ ഓ അയച്ച ആളുകളായിരിക്കും അത്. എന്നിരുന്നാലും ഒരു ഘട്ടത്തിൽ ചെയർമാൻ ഓയുടെ ആളുകളിൽ ഒരാൾ ഗീജുണിനോട് നീ വോണിനെ കൊന്നിട്ടില്ലെന്ന് തനിക്കറിയാമെന്നും പറയുന്നു. ഇതിനുശേഷം 2 പുതിയ ചെയർമാൻമാർ സമാധാനം തകർക്കരുത് എന്നൊരു നിയമമുണ്ടാക്കി. ചെയർമാൻ ഓയുടെ മകനെ കൊന്നതുകൊണ്ട് ഗീജുൺ ഇതെല്ലാം ആരംഭിച്ചതുകൊണ്ട് തന്നെ അവൻ്റെ കണങ്കാലി മുറിച്ച് അവനെ ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കുകയാണ്. ശേഷം ഹേബോം ഞാൻ ജുൻമോയെ തടയാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. അപ്പോൾ അത് കുഴപ്പമില്ലെന്ന് പറയും ഗീജുൺ. ബ്യൂങ്ഹോ ഗീജുണിനെ കാണുകയും ബോങ്സാൻ ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയും ചെയ്യുന്നു. മൊത്തം ബോങ്സാൻ ഗ്രൂപ്പിനോടും നമുക്ക് ഒറ്റയ്ക്ക് മുട്ടാൻ പറ്റില്ല, പക്ഷെ അവനതൊന്നും കേൾക്കുന്നുണ്ടാവില്ല. ശേഷം ജുൻമോ അവിടെ വിൻഡോ ഒക്കെ പൊളിച്ച് പുറത്ത് കടക്കാനായി നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നുണ്ടാവില്ല. അവൻ നേരത്തെ ഉണ്ടായിരുന്ന ആ വിദേശ കൊലയാളികളെ വിളിച്ച് ഗീജുണിനെ കൊല്ലാൻ അവരെ നിയമിക്കുന്നു. ശേഷം ജുൻമോ കിമ്മിനെ വിളിച്ച് ഇപ്പോഴത്തെ പ്രശ്നം ഗീജുൺ ജീവനോടെ ഇരിക്കുന്നതാണ്, അപ്പോൾ അവനെ തീർത്താൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ, അവൻ്റെ കാര്യം ഞാൻ ഏറ്റെന്ന് പറയും. അതേസമയം ചെയർമാൻ ബോങ്സാൻ ഗീ സോക്കിൻ്റെ മരണം അന്വേഷിക്കുകയും ഹാൻ എന്ന ഡിറ്റക്റ്റീവാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയതെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. എന്നിട്ട് ഗീജുൺ കിമ്മിനെ കണ്ടുമുട്ടുന്നു. ബോങ്സാൻ കുടുംബവുമായി ഏറ്റുമുട്ടുന്നതിനെതിരെ അവൻ മുന്നറിയിപ്പ് കൊടുക്കും. അവൻ ജുൻമോയെ കണ്ടെത്താൻ പറ്റുന്ന ഒരു അഡ്രസ്സ് ഗീജുണിന് കൊടുക്കുകയാണ്. എനിക്ക് മടുത്തറ, ഇതിങ്ങനെ തീരാണെങ്കിൽ തീരട്ടെ എന്നും പറഞ്ഞ്. ശേഷം കിമ്മിന് ഭയങ്കര കുറ്റബോധം ഉണ്ടാവും. ഇതൊക്കെ ജുൻമോ പറഞ്ഞതനുസരിച്ചാണ് അവൻ ചെയ്തത്. കിമ്മിൻ്റെ കുടുംബത്തെ വെച്ച് ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ചതായിരിക്കും അത്. ശരിക്കും അതൊരു ട്രാപ്പായിരുന്നു. ആ അഡ്രസ്സ് ഗീജുണിനെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് 2 കില്ലേഴ്സ് അവനെ ആക്രമിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് കില്ലേഴ്സിൻ്റെ ഫോണിലേക്ക് ജുൻമോ വിളിക്കും. പക്ഷെ അതെടുക്കുന്നത് ഗീജുൺ ആയിരുന്നു. അവനെ തീർത്തോ എന്ന് ചോദിക്കുമ്പോൾ ഗീജുൺ നീ കാത്തിരിക്ക്, ഞാൻ വരുന്നുണ്ട്. ഇതും കേട്ട് ആകെ പേടിച്ചു പോവാണ് ജുൻമോ. ശേഷം 11 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് കാണിക്കുന്നത്. ചെയർമാൻ ഓയുടെ മകനെ കൊന്നത് ഗീജുൺ ആയിരുന്നില്ല, അത് ഗീസോക്കായിരുന്നു. ആ കുറ്റം ഗീജുൺ ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.